السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ദിക്റുകളുടെ ദുആകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ദുആയാണ്, അല്ലെങ്കിൽ ഒരു ദിക്റാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ എന്ന സഹാബി, അവരുടെ സമീപത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് ഏറെ വൈകിയാണ് തിരിച്ചു വന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യോദയമൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഒരു ദുഹായുടെ സമയമൊക്കെയായി ഏതാനും മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നിട്ട് വരുമ്പോഴും സഹാബിയായ അഥവാ നബിതങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ അവർ ദിക്റിലും ദുആയിലുമൊക്കെയായി അവർ നിസ്കരിച്ചിടത്ത് ഇരിക്കുക തന്നെയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളുടെ സമീപത്ത് നിന്ന് പുറത്തേക്ക് പോയതിൻ്റെ ശേഷം ഞാൻ 4 കലിമത്തുകൾ പറഞ്ഞിട്ടുണ്ട്, 4 വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാചകങ്ങളുടെ മഹത്വം നിനക്ക് കേൾക്കണോ? നീ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതുവരെ ചൊല്ലിയ ഏതൊക്കെ ദിക്ർ ദുആകളുണ്ടോ അതിനെയെല്ലാം ഇത് കവച്ചു വെക്കും. അതിനേക്കാളെല്ലാം ഇത് മീസാനിൽ കനം തൂക്കപ്പെടും. ഒരു തൂക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ ഈ 4 വാചകങ്ങൾക്കായിരിക്കും വെയിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റാണ്. അത് 3 തവണ നമ്മളും പറയാൻ മറക്കരുത്. അത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം പറയാം, ഇനി നമുക്ക് കിട്ടുന്ന ഏതവസരങ്ങളിലും പറയാം, എപ്പോഴും നമുക്ക് പറയാവുന്നൊരു ദിക്റാണത്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ അത് നിസ്സാരമായി അഥവാ വളരെ ലളിതമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, തുടക്കത്തിൽ അത് പറയാം. പിന്നെയോ അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. 4 കാര്യങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തലാണല്ലോ സുബ്ഹാനല്ലാഹി. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം അല്ലാഹുവിനെ സ്തുതിക്കുകയും ഏറെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ അവനെ പരിശുദ്ധപ്പെടുത്തുന്നു ധാരാളമായി. എത്രയാണ്? എണ്ണവും കണക്കുമില്ലാത്തതാ ഇനി പറയാൻ പോകുന്നത്. എത്രത്തോളം ഞാൻ അവനെ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധപ്പെടുത്തുന്നു. അദദ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം. നമുക്ക് ആർക്കെങ്കിലും കണക്കാക്കാൻ കഴിയുമോ ഈ ലോകത്ത് എത്ര സൃഷ്ടികളാണുള്ളത്? സൃഷ്ടാവായ ഖാലിഖ് കഴിച്ചാൽ പിന്നെ ലോകത്തുള്ളതും മുഴുവനും മഖ്ലൂക്കുകളാണ്. ആ ഖൽഖുകൾ, സൃഷ്ടികൾ ലോകത്ത് എത്ര എണ്ണമാണ്? നമുക്ക് നിജപ്പെടുത്താനോ കണക്കാക്കാനോ കഴിയോ? എങ്കിൽ കണക്കല്ലാത്ത സൃഷ്ടികളാവുള്ളത്. അപ്പോൾ റഹ്മാനായ റബ്ബിനോട് പറയണം, റബ്ബേ, നിന്റെ കണക്കല്ലാത്ത സൃഷ്ടികളുണ്ടല്ലോ, അവരെ എത്രയാ എണ്ണം നിനക്ക് അറിയോ? അത്രയും കണക്കിന് ഞാൻ നിന്നെ സ്തുതിക്കുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് കണ്ടോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി. ഇത് രണ്ടാമത് പറയുന്നതിനും അളവില്ലാത്തതാണ്. വരിദാ നഫ്സിഹി, രണ്ടാമത് പറയുന്നത് വരിദാ നഫ്സിഹി, അള്ളാഹുവിൻ്റെ തൃപ്തി, റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് അതിൻ്റെ എത്രയാണ്, അതിൻ്റെ വണ്ണം എത്രയാണ്, അതിൻ്റെ അളവ്, അതാർക്കാണ് കണക്കാക്കാൻ കഴിയുക? ഇപ്പം റബ്ബിൻ്റെ തൃപ്തിക്ക് വിലയിടാൻ ഒരാൾക്ക് കഴിയുമോ? റബ്ബിൻ്റെ തൃപ്തിയെ എണ്ണാൻ കഴിയുമോ? റബ്ബിൻ്റെ തൃപ്തിയെ നിജപ്പെടുത്താൻ കഴിയുമോ? പരിധി നിശ്ചയിക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പം പരിധിയില്ലാത്തത്ര റബ്ബേ നിനക്ക് സർവസ്തുതിയും, നിനക്ക് തസ്ബീഹുകൾ എന്നാണ് ആ പറയുന്നത്. ഇനി മൂന്നാമത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിൽ പറയുന്നത് എന്താ? വസിനത അർശിഹി, അവൻ്റെ അർശിൻ്റെ ഭാരത്തോളം. ഈ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി ഏതാണ്? അർശാണ്. ഏറ്റവും ഭാരമുള്ള സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം, അർശ് എന്ന് പറയുന്നത്. ആ അർശിൻ്റെ ഭാരമൊന്നും ആർക്കും കണക്കാക്കാൻ കഴിയൂല. ആ അർശിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന യഹ്മിലൂനൽ അർശ, വിശുദ്ധ ഖുർആൻ തന്നെ അത് കൃത്യമായി പറയുന്നത്. അപ്പം അത്രത്തോളം വലിയ ഭാരമുള്ളതാണ് അർശ്. ആ അർശിൻ്റെ ഭാരത്തോളം, അത് നമുക്ക് അതിൻ്റെ ഭാരമൊന്നും കണക്കാക്കാൻ കഴിയില്ല. കണക്കറ്റ ഭാരമാണ് അർശിനുള്ളത്.
അത്രയും നിനക്ക് ഞാൻ സ്തുതിക്കുകയും നിന്നെ തസ്ബീഹ് ചെയ്യുകയാണ്, പ്രകീർത്തിക്കുകയാണ്. നാലാമത് പറഞ്ഞതും അളവില്ലാത്തതാണ്. എന്താണ്? വമിദാദ കലിമാത്തിഹി, റബ്ബിൻ്റെ കലിമാത്തുകളുടെ മഷിയുടെ അളവോളം. എത്രയാണ് അള്ളാഹുവിൻ്റെ കലിമാത്തുകളുടെ മഷിക്ക് അളവിടാൻ നമുക്ക് കഴിയോ? എത്ര ലിറ്റർ, എത്ര ഗാലൻ, എത്ര കോടി ഗാലൻ കണക്കാക്കാൻ കഴിയില്ല. കാരണം ഒരു സമുദ്രം, ലോകത്തുള്ള ഒരൊറ്റ സമുദ്രം, ആ സമുദ്രത്തിലെ ജലം എത്രയാണ് അതിൻ്റെ അളവ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും? പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കൂടി ലോകത്തുള്ള എല്ലാ രൂപത്തിലുള്ള സമുദ്രങ്ങളും അവയൊക്കെ കൂടി മഷിയായി മാറിയാലും അതിൻ്റെ കൂടെ ഒരു 7 ഇരട്ടി കൂട്ടിക്കോളൂ. സബഅത ഖുർആൻ പറയുന്നത്, അതിൻ്റെ കൂടെ ഒരു 7 സമുദ്രം കൂടി കൂട്ടിക്കോളൂ. അങ്ങനെ ഒരു 7 ഇരട്ടി സമുദ്രം വേറെയും കൂട്ടിയാൽ അവയിലൊക്കെ കൂടെയുള്ള വെള്ളം മഷിയായി മാറിയാലും, അതേപോലെ തന്നെ ലോകത്തുള്ള വൃക്ഷങ്ങളൊക്കെ കൂടി കലമായി മാറിയാലും അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ മഹത്വവും വ്യാഖ്യാനമൊന്നും എഴുതി തീരൂലെന്നാണ്. അപ്പം പിന്നെ എത്രയാണ് ഈ മഷിക്ക് അളവിടുക? അപ്പം അളവറ്റതാണത്. ആ അളവറ്റ രൂപത്തിലുള്ളതാണ് റബ്ബിൻ്റെ കലിമാത്തുകൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടുന്ന മഷിയുടെ അളവ്. അത്രത്തോളം ഞാൻ നിന്നെ എന്തു ചെയ്യുന്നു? പ്രകീർത്തിക്കുകയും സ്തുതി പറയുകയും ചെയ്യുന്നു. ഈ 4 പറഞ്ഞതും അളവും മറ്റവും ഒന്നുമില്ലാത്തതാണ്. അത്രത്തോളം നമ്മൾ ഈ റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നു, അവന് തഹ്മീദ് പറയുന്നു. അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നറിയാത്ത ആളുകൾ ആരാ ഉള്ളത്? പിന്നെ അതിനോട് ചേർത്ത് ഇതാണ് പറഞ്ഞാൽ മതി. അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് ഇങ്ങനെ 3 തവണയാണ് പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. വീണ്ടും പറയാം. ഏറെ ആശയ ഗാംഭീര്യതയുള്ള ഒരു പ്രത്യേകമായ ദിക്റാണിത്. ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും അതിൻ്റെയൊക്കെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ടത് നിർവഹിക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റും മരണം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകപ്പെടുന്ന ആ ഒരു ഭാഗ്യം നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.